ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെയും രഞ്ജുവിൻ്റെയും ഉറപ്പീരായിരുന്നു വാലൻറ്റൈൻസ് ഡേയുടെ അന്ന്. അപ്പം ഉറപ്പീർ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണുന്നത്. ഇത് തലേ ദിവസത്തെ ഒരു മെസ്സാണ്. ഞാൻ മേക്കപ്പ് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോട്ട് ദ ഹോൾ മേക്കപ്പ്, പക്ഷേ ഈ ഐ മേക്കപ്പൊക്കെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് കുറച്ച് ട്രയൽ ആൻഡ് എറർ സെഷൻസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും വെന്യൂവിലെത്തിയിരുന്നു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ലോൺ ഏരിയയും നമ്മുടെ ഇവൻ്റ് നടന്ന കംപ്ലീറ്റ് ഒരു ഏരിയ വരുന്നത്. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയിൽ 2 റൂംസ് ആയിരുന്നു. അതിൻ്റെ ഒരു വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ട് വൈകിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഡെക്കറേഷൻസൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ ചെല്ലുമ്പം അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആ സമയത്ത് അകത്ത് നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ച് ഡാൻസസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട്, ഗ്രൂപ്പായിട്ടും കപ്പിളായിട്ടും ഒക്കെ. കുറച്ച് മെയിനായിട്ടും ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇതുവരെ ആരും ഒരുമിച്ച് നിന്ന് കളിക്കുകയോ പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും വീഡിയോസ് നോക്കിയും വീഡിയോ കോൾ വിളിച്ചിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം ജസ്റ്റ് ഒന്നും എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു. ഉള്ള ചേച്ചിമാരും നമ്മളും എല്ലാവരും വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കളിച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യാനിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ മേക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് കറക്റ്റ് ടൈമിൽ ഇറങ്ങണമായിരുന്നു. മേക്കപ്പ് കംപ്ലീറ്റ്ലി ഞാൻ തന്നെ ചെയ്തു. ഹെയർ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെയ്തു. ആൻഡ് ആ മീൻ വൈൽ ഹെയർ കുറച്ച് പേര് ചെയ്യുന്ന സമയത്ത് എനിക്ക് നെയിൽസൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ദിസ് ഈസ് മൈ ഫൈനൽ ഔട്ട്ഫിറ്റ് ലുക്ക്. ഫിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമുക്കൊരു 5 o'clock തന്നെ ഒരു ചെറിയ റിംഗ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അതിന് നമുക്കൊരു പ്രെയർ ലീഡ് ചെയ്യാമെന്ന് നമ്മുടെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് നേരത്തെ പോകേണ്ട കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ റിംഗ് എക്സ്ചേഞ്ച് മാത്രം ആദ്യം തന്നെ റിംഗ് എക്സ്ചേഞ്ചും പ്രെയറും ആശീർവാദവും ഒക്കെ ആദ്യം തന്നെ ചെയ്തു. അതിനുശേഷം നമ്മൾ ഡേ ലൈറ്റ് ഉള്ള സമയത്ത് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ മാറി. എന്നെ റെഡിയാക്കുന്ന തിരക്കിൽ എൻ്റെ ഫ്രണ്ട്സിനൊന്നും റെഡിയാവാൻ പറ്റാത്തതുകൊണ്ട് അവർ റിംഗ് എക്സ്ചേഞ്ചിൻ്റെ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവരെടുത്ത വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് റിംഗ് എക്സ്ചേഞ്ചിൻ്റെ വീഡിയോയോ പ്രെയറിൻ്റെ വീഡിയോയോ ഒന്നും ഇതിൻ്റെ അകത്ത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ബാക്കി ഗെസ്റ്റും ഓരോരോ അവരുടെ, കാരണം ബാക്കിൽ കായലൊക്കെ ആയതുകൊണ്ട് ഏത് സ്പോട്ട് എടുത്താലും ഭയങ്കര ഫോട്ടോജനിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ ഒരു ഡാർക്ക് ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. Renju Devasi is the son of Mr. P.J. Devasi and Mrs. C.C. Devasi. He is the grandson of the late P.J. Joseph and late Mrs. Side. She has 3 siblings. നമ്മുടെ സ്റ്റേജ് ഫുള്ള് നിറഞ്ഞു. ഇതാണ് അവരുടെ സ്ട്രെങ്ത്. നല്ല വലിയൊരു ഫാമിലി. എല്ലാരും ഒന്ന് ചിരിച്ചേ അങ്കിൾ, എല്ലാരും ചിരിക്കേ. നല്ല ഫോട്ടോ, എല്ലാരും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നടക്കുന്ന ചടങ്ങിൽ വെച്ച് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന തുണയെ ഞാൻ നൽകും. ഉൽപ്പത്തി 2:18. ദൈവകൃപയാലും ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥനയാലും തിരുസഭയുടെ നടപടികളനുസരിച്ചും ഇരുമ്പാലം സെന്റ് ആന്റണീസ് പള്ളി ഇടവക തൊട്ടുപേരിൽ ജോയ്സൻ ഡി ജോസഫിൻ്റെയും ലിജ ജോയ്സിൻ്റെയും മകൾ ദിയ തെരേസ് ജോയ്സിനും പനങ്ങാട് ഭരതനാണി ഇടവക പുതിയടത്ത് P.J. ദേവസിയുടെയും സിസി ദേവസിയുടെയും മകൻ രഞ്ജു ദേവസിയും തമ്മിലുള്ള വിവാഹ ഉടമ്പടിയിൽ ഇരു കുടുംബങ്ങളും 2026 ഫെബ്രുവരി 14 ശനിയാഴ്ച ഇവിടെ നടക്കുന്ന ചടങ്ങിൽ വെച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഭരതനാട് പള്ളിയിൽ വെച്ച് നടത്തുവാൻ ഇരു വീട്ടുകാരും കൂടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ജോയ്സൻ ഡി ജോസഫ് തൊട്ടുവേലി.
ഇനി ഇരുവരും ഉടമ്പടി പത്രിക കൈമാറുകയാണ്. അങ്കിൾ പ്ലീസ് എല്ലാവരും ഒന്ന് കൈയടിച്ചോ. ഓക്കെ ഗായ്സ്, അങ്ങനെ അത് ഒഫീഷ്യൽ ആയിരിക്കുകയാണ്. Congratulations guys. Let their life be as sweet as the cake that they are cutting. Let's pray for them. ദിയയും രഞ്ജും പരസ്പരം ഇനി അങ്ങോട്ട് ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവട്ടെ അവർക്ക് ഇരുവരും. അപ്പോൾ നമ്മുടെ जो है अनसुनी वो बात क्या है पता मितवा कहे धड़कने तुझसे क्या मितवा പഴം കസ്തൂരി മമ്പളം കണ്ണേ രണ്ടും വിത്തുലേ കുളിക്കുറുക്കുടം പള്ളിമഴക്കര എന്നെ വന്നു വിളിക്കൂല പഴം കസ്തൂരി മമ്പളം കണ്ണേ രണ്ടും വിത്തുലേ കുളിക്കുറുക്കുടം പള്ളിമഴക്കര എന്നെ വന്നു കുളിക്കുറുക്കുടം പള്ളിമഴക്കര എന്നെ വന്നു വിളിക്കൂല പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ അപ്പോൾ
ഒരു ചെറിയ പ്രപ്പോസലൊക്കെ രഞ്ജു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രപ്പോസിങ് സീൻസാണ് നിങ്ങൾ കാണുന്നത്. അത് സ്റ്റേജിൻ്റെ ഇപ്പുറം വേറൊരു സ്പോട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പ്രപ്പോസിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി നമുക്കൊരു പണി തന്നു. പിന്നെ നമ്മൾ അവർ ഇടുന്ന പാട്ടിൽ DJ ഇടുന്ന പാട്ടിൽ നമ്മൾ സ്റ്റേജിൽ കയറി അതിൽ സ്പോട്ട് കൊറിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു പ്രപ്പോസിങ് സീൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്പോട്ട് കൊറിയോ കളിക്കുന്ന വീഡിയോ കാണാം കേട്ടോ. പ്രിയ കലാസ്നേഹികളെ, രഞ്ജുവും ദിയയും നല്ല കൊറിയോഗ്രാഫറാണ്. നിരവധി പ്രോഗ്രാമിൽ ടാറ്റസിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അതുപോലത്തെ ഒരു പ്രോഗ്രാം വേണ്ട നമുക്ക്? വേണോ? എല്ലാവരും നല്ല കൈയടി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പാട്ട് പറയും, ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കും. ഓക്കെ? പ്രോത്സാഹനങ്ങളായിട്ട് ഒന്ന് കൈയടിച്ച് ഒരു നല്ല കൈയടി. മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവേ, മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താര
പഞ്ചാരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു പെണ്ണേ ഞാൻ വിടില്ല പൊന്നേ ഞാൻ വിടില്ല വിടില്ല നിന്റെ പിടി വിടില്ല പെണ്ണേ ഞാൻ വിടില്ല പെണ്ണേ എന്നെ കൊന്നാലും പൊന്നേ നിന്റെ പിടി വിടില്ല കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ കർത്താവേ നീ മനസ്സിന്റെ പാതി പകുത്തവൾ കൊള്ള തേരോട്ടം